ടുഡേ വി ടോക്ക് അബൌട്ട് അസ്ട്രാബാജ് സൈലം. ഈ സൈലത്തിൽ നമുക്ക് ചേർന്ന എന്താ ഉപകാരം? കാരണം ഇത് ഓൺലൈനിലല്ലേ, പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ. അപ്പം പലരും പറയുന്നൊരു പ്രശ്നമാണ് എന്ത്, ഈ വീഡിയോ കാണുന്ന ഇടയിൽ എന്ത് ചെയ്യും, ഈ വേറെ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഞാൻ ഇതിനുള്ളൊക്കെ ഒരു ഉത്തരം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതിനൊക്കെ ഉത്തരം തരാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാണ്, എനിക്കിതിന് കിട്ടിയത് ഈ സൈലം എന്ന് പറഞ്ഞാൽ ഗുഡ്, ഒന്നും പറയാതെ വിഷയം തന്നെയാണ്. കാരണം ഞാൻ ഏകദേശം 1 month ആയിട്ട് ഇത് ചേരുന്നുണ്ട്. അപ്പം എനിക്ക് ഈ സ്കൂളിൽ പോയാൽ എന്താവില്ല, ഈ കൃത്യമായിട്ട് ക്ലാസ് കിട്ടാറില്ല. ക്ലാസ് കിട്ടാൻ ചില ദിവസം ലീവ് ആകും. അതുപോലെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാറില്ല. കാരണം ക്ലാസ് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് വേറെ പണികളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും, രാത്രി വന്ന് സൈലത്തിൻ്റെ ഒരൊറ്റ ക്ലാസ്സിലാണ് തന്നെ നമുക്ക് ആ കണ്ടൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ സൈലം എന്ന് പറഞ്ഞത് ഒരു ലോവർ ക്ലാസ്സിൽ തരുന്നത്. അന്ന് അത്രയും ലെവൽ പറഞ്ഞാൽ ഓരോ ടോപ്പിക്സും അത്രയും അരമണിക്കൂർ വെച്ചിട്ട്. ഇപ്പം സൗണ്ട് എന്ന് പറഞ്ഞാൽ 20 ടോപ്പിക് ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിലും സൗണ്ട് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കാണ് തന്നെ മിനിമം 50 minutes. അതുപോലെ നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ വെച്ച് നമ്മുടെ മനസ്സിലേക്ക് അത്ര തറയാക്കി തന്നിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യാറുള്ളൂ, ക്ലാസ് നിർത്താറുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സൈലം തോന്നിയത്. പിന്നെ സൈലത്തിലേക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമുണ്ട്. അവരെ ഡ്രോബാക്ക് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡ്രോബാക്ക് എങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിയില്ല, ഓൺലൈൻ നിങ്ങൾക്ക് തീരെ പറ്റില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോൺസെൻട്രേഷൻ കിട്ടില്ല. എന്നാൽ നിങ്ങൾ സൈലത്തിൽ ചേരാൻ പാടില്ല. കൃത്യമായ കോൺസെൻട്രേഷനും കിട്ടണം. പക്ഷേ എന്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 9 എന്താണ് നോർമൽ ട്യൂഷനിൽ പോയതാണ്. നോർമൽ ട്യൂഷനിൽ പോകുമ്പോൾ 9 ഞാൻ 10 പോയിട്ടില്ല. അപ്പോൾ നോർമൽ ട്യൂഷനിൽ പോയ എനിക്ക് 9 അത്ര എന്ത് കിട്ടിയിട്ടില്ല, ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ട്യൂഷന് പോയാൽ അവർ കുറേ നോട്ട്സും ഈ ക്ലാസ് കൊണ്ടില്ല. അപ്പോൾ അവസാനത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് ട്യൂഷനിൽ നിന്ന് കിട്ടും. പക്ഷെ എന്ത് ചെയ്യില്ല, അപ് ടു ഡേറ്റ് ഇപ്പോൾ ഇന്ന് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടില്ല. പക്ഷേ സൈലത്തിൻ്റെ അന്നത്തെ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ മോനെ 100% നിങ്ങൾക്ക് ഇന്ന് റിസൾട്ട് കിട്ടും. അത് ആ ചാപ്റ്റർ നിങ്ങൾക്ക് പക്കായിരിക്കും. അതാണ് എനിക്ക് ഈ സൈലത്തിൻ്റെ ഇത് കിട്ടി തോന്നി. പക്ഷെ ചില കുട്ടികൾക്ക് എന്താ കഴിയില്ല, ഈ ഓൺലൈൻ ക്ലാസ് എന്ത് അത്ര ഇത് പിടിക്കില്ല. കാരണം അവർക്ക് എന്ത് ചെയ്യും, അവർ അതിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് മാറും. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് പോകാം, ഗെയിമിലേക്ക് പോകാം. ഇപ്പം ഞാൻ തന്നെ ഇത് കേൾക്കുകയാണെങ്കിൽ എനിക്കൊരു സ്വൈര്യം കിട്ടാറില്ല. കാരണം ഗെയിം പോവോ ഇൻസ്റ്റഗ്രാം പോവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വൈര്യം തരാതെ ഞാൻ തന്നെ മര്യാദയ്ക്ക് കേൾക്കാറില്ല. ഞാൻ കേൾക്കും, കൈയിടത്രയും കേൾക്കും. പക്ഷേ എന്ത് ചെയ്യും, അത്രയും സ്വൈര്യം കൊടുത്തു. അപ്പം അങ്ങനെ ചിലവരുടെ മാതാപിതാക്കൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരിക്കലും സൈലത്ത് ചേരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ മാതാവ് ഒരു സ്വൈര്യം തരില്ല. അപ്പം ഞാനോട് ചേർന്നു. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെ മാറ്റാറില്ല, അങ്ങനെ വേറെ ഇതിലേക്ക് പോകാറില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അതാണ് എനിക്ക് സൈലത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ സൈലം അസ്ത്ര ബാച്ച് കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു റൂട്ടീൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സൈലം 2.0 ചേർന്നിരിക്കുന്നത്. അപ്പോൾ 2.0 പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സൈലം 1.0 എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് ഈ 2 months വെക്കേഷന് അവർ ഫുൾ ക്ലാസ്, അപ്പം 5 ചാപ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വെക്കേഷന് ശേഷം ആകെ ഒരു ദിവസം ഒരു ക്ലാസ്. പക്ഷേ ഞാൻ 2.0 ആയതുകൊണ്ട് എനിക്ക് 3 ക്ലാസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ക്ലാസ്സിൻ്റെ സമയം പറയുന്നതെന്ന് വെച്ചാൽ 6:00 രാവിലെ 6:00 ഒരു ക്ലാസ്, അതുപോലെ നമ്മൾ വന്നിട്ട് 7:00 ഒരു ക്ലാസ്, അതുപോലെ 8 മണിക്ക് ഒരു ക്ലാസ്, 9:30 വരെ ക്ലാസ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ക്ലാസ് മാത്രം കേട്ടിട്ട് എന്താ ഉപകാരം എന്ന്. പക്ഷേ ഞാൻ പറയാം, ക്ലാസ് കേട്ടിട്ട് മതി മോനെ, അത് വളരെ ഉപകാരമാണ്. കാരണം വെച്ചാൽ അവർ തരുന്നത് പറഞ്ഞാൽ കൃത്യം ടോപ്പിക്സാണ്. എന്നാൽ അത്ര തറാക്കി തരും നമുക്ക്. ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഡൗട്ടില്ലാതാക്കും. അപ്പോൾ ആ ഡൗട്ടില്ലാതാക്കുമ്പോൾ നമുക്കുള്ള ഉപകാരം എന്താ, പിന്നെ നമ്മളത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാത്രം കേട്ട് പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു സാധനം തറാക്കിയിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ സൈലം മാത്രം കേട്ടിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഒരിക്കലും കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുക. അപ്പോൾ ഇനി ഇവർ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സാണ്. നല്ല വൃത്തിക്കും വെടുപ്പിനുള്ള നല്ല കിടിലൻ ക്ലാസ് തന്നെയാണ് ഇത്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ഇവർക്ക് മൈൻഡ് മാപ്പ്, അതുപോലെ DPP's നോട്ട്. അപ്പം ഇവരുടെ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണ നോട്ടാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഞാൻ ഇപ്പോൾ SLCൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഇത് ഇംഗ്ലീഷിൻ്റെ എനോമസ് വിങ്സ് പറഞ്ഞ അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിൽ ഏകദേശം എല്ലാവരും എന്ത് ചെയ്യും,
എന്തെന്നു എല്ലാവരും ക്യാരക്ടർ സ്കെച്ച് നോട്ടീസ് ഇതിൽ നിന്ന് വരാണ് എല്ലാ ക്വസ്റ്റ്യൻസ് അവർ ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ അത്രയും വൃത്തിക്ക് വെടുപ്പിനാണ് അവരെന്ത് ചെയ്യുക ക്ലാസ് എടുക്കുക. പക്ഷെ എനിക്ക് ഈ സൈലത്തിലെല്ലാ ടീച്ചർമാരും പൊളിയാണ്. ഞാൻ മറ്റേ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എജുപോട്ട് നോക്കി, അതുപോലെ എജുപോട്ട് താഴ്ത്തി പറയല്ല, എജുപോട്ട് നോക്കി, അതുപോലെ എക്സാമിനർ നോക്കി. ഈ എജുപോട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർമാർ മോശം ഉണ്ടാവും. മോശം എന്ന് പറഞ്ഞാൽ തീരെ പോരാന്നല്ല, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇപ്പം നമ്മുടെ എക്സാമിനർ ആണെങ്കിൽ എനിക്ക് ഈ മൂന്നും കൂടി കമ്പയർ ചെയ്യാന്ന് വെച്ചിക്കോ, എനിക്ക് എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം അലക്സാറിൻ്റെ ഫിസിക്സ് തീരെ ഇഷ്ടമില്ല പറഞ്ഞാൽ എനിക്ക് തീരെ പെട്ടെന്ന് മണ്ടേ കയറില്ല. അപ്പം എന്ത് ചെയ്യും, എനിക്ക് അത്ര കയറില്ല. പക്ഷേ ഞാൻ ഇവരെ ഫിസിക്സ് ഉണ്ടല്ലോ, എനിക്ക് ഈ സൈലത്തിൻ്റെ ഫിസിക്സ് ചെറിയ മോശമായിട്ട് തോന്നിയില്ല. ഫിസിക്സ് ആണ് അത്ര ടോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫിസിക്സും പിന്നെ ഒരു മിസ്സും അവർ രണ്ടുപേരും അത്ര ടോപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അതുപോലെ നമ്മുടെ എക്സാമിനർ എനിക്ക് പറയാം ഈ ഓൾ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് എക്സാമിനറിൻ്റെ ഒരൊറ്റ സാറ്. പക്ഷേ ഓൾഡ് എന്ത് ചെയ്യും, ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി സാറുമാരൊക്കെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവർ എക്സാമിനർ മോശം എന്നല്ല അടിയിലാണ്. പക്ഷേ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് എനിക്കും അവരുടെ നമുക്ക് കോണ്ടാക്റ്റും അതുപോലെ നമ്മളുടെ കോണ്ടാക്റ്റ് ഉണ്ടാവില്ലേ, അത് പെട്ടെന്ന് കിട്ടുന്നത് സൈലത്തിൽ നിന്നാണ്. അപ്പം എനിക്ക് ഈ സൈലത്തിൽ 2 ടീച്ചർമാരാണ് മോശം എന്ന് പറയാൻ പറ്റില്ല. കമ്പയർ ചെയ്യുമ്പോൾ അത്ര മനസ്സിലാകും, പക്ഷെ അങ്ങനെ മനസ്സിലായില്ല. അപ്പം ടോപ്പ് സൈലന്റ് തന്നെ ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ പലർക്കും പല ഒപ്പീനിയൻ ആയി കാരണം. അപ്പോൾ ഇതാണ് ഇവിടുന്ന് കിട്ടുക. പിന്നെ നോട്ട്സ് കിട്ടും, DPPs ഉണ്ടാവും, പിന്നെ മൈൻഡ് മാപ്പ്. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതെടുക്കാനാണ് നല്ലതെന്ന് വെച്ചാൽ ബേസിക് എടുക്കണോ, ഇൻഫിനിറ്റി പ്രോ. ഇപ്പം നിങ്ങളൊരു JEE നീറ്റ് അങ്ങനത്തെ ഇപ്പം വിവാദങ്ങൾ നടന്നുകൊടുക്കുകയാണല്ലോ നീറ്റിൻ്റെ. അപ്പോൾ JEE നീറ്റ് പോലുള്ള എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എടുക്കണം. പിന്നെ ഈ ബേസിക് ആണോ ഇൻഫിനിറ്റി എടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഞാൻ ഇൻഫിനിറ്റി പ്രോ ആണ് എടുത്തത്. പക്ഷേ ഇൻഫിനിറ്റി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇൻഫിനിറ്റി നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ മൈൻഡ് മാപ്സ്, അതിന് എക്സ്ട്രാ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടില്ല തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇൻഫിനിറ്റി തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സൈലത്തിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും ഷെയറും ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങളുടെ സൈലത്തിൽ ചേരണം എന്നുള്ള ഡൗട്ടുള്ള പിള്ളേർക്കൊക്കെ ഇതാണ്ട് അയച്ചു കൊടുത്തോ. അപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.